ഒരു ജനതയെ ഇല്ലാതാക്കാൻ അവരെ നിരത്തി നിർത്തി വെടിവെച്ച് കൊല്ലണമെന്നില്ല. അവരുടെ മാതൃഭാഷയും സംസ്കാരവും അവരിൽ നിന്നും പറിച്ചെടുത്താൽ മതി. ആ ജനത താനെ ഇല്ലാതായിക്കൊള്ളും. തോക്കുകൾക്കും മിസൈലുകൾക്കും ചെയ്യാൻ കഴിയാത്തത്ര വലിയൊരു വംശഹത്യ യാതൊരു ശബ്ദവുമില്ലാതെ നടപ്പിലാക്കുകയാണ് ചുവന്ന ഡ്രാഗണിന്റെ നാടായ കമ്മ്യൂണിസ്റ്റ് ചൈന. കഴിഞ്ഞ ദിവസം ചൈനീസ് പാർലമെന്റ് പാസാക്കിയ ഒരു പുതിയ നിയമമുണ്ട്. കേൾക്കുമ്പോൾ വളരെ മനോഹരമെന്ന് തോന്നുന്ന ഒരു പേരാണ് ചൈന അതിന് നൽകിയിരിക്കുന്നത്. എത്നിക് യൂണിറ്റി ലോ അഥവാ വംശീയ ഏകത്വ നിയമം. രാജ്യത്തെ എല്ലാ ജനവിഭാഗങ്ങളെയും ഒരുമിപ്പിച്ചു നിർത്താനാണ് ഈ നിയമമെന്ന് ചൈനീസ് സർക്കാർ ലോകത്തോട് വിളിച്ചു പറയുന്നു. എന്നാൽ ഈ നിയമത്തിന്റെ ഉള്ളറകളിലേക്കൊന്ന് ഇറങ്ങിച്ചെന്നാൽ മനുഷ്യാവകാശ പ്രവർത്തകരെ പോലും ഞെട്ടിക്കുന്ന സാംസ്കാരിക വംശഹത്യയുടെ ഭയാനകമായ ഒരു മുഖം അവിടെ കാണാം. 140 കോടി ജനങ്ങളുള്ള ചൈനയിൽ 90% ഹാൻ വംശജരാണ്. ബാക്കിയുള്ള 10%-ൽ 56 വ്യത്യസ്ത ന്യൂനപക്ഷ വിഭാഗങ്ങളുണ്ട്. ടിബറ്റൻ വംശജരും ഉയ്ഗൂർ മുസ്ലിങ്ങളും മംഗോളിയൻ വംശജരുമെല്ലാം ഇതിൽ ഉൾപ്പെടും. ഇവരെയെല്ലാം പൂർണ്ണമായി ചൈനക്കാരാക്കി മാറ്റുക എന്നതാണ് ഈ നിയമത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം. ഈ നിയമം പ്രാബല്യത്തിൽ വരുന്നതോടെ കിൻഡർ ഗാർഡൻ മുതൽ ഹൈസ്കൂൾ വരെയുള്ള കുട്ടികൾക്ക് ചൈനീസ് ഔദ്യോഗിക ഭാഷയായ മാൻഡറിൻ നിർബന്ധമാക്കുകയാണ്. ഇതുവരെ തങ്ങളുടെ മാതൃഭാഷകളായ ടിബറ്റൻ, ഉയ്ഗൂർ, മംഗോളിയൻ തുടങ്ങിയ ഭാഷകളിൽ പഠിച്ചിരുന്ന കുട്ടികളുടെ നാവിലേക്ക് നിർബന്ധപൂർവ്വം ചൈനീസ് ഭാഷ അടിച്ചേൽപ്പിക്കുന്നു. ജോലി കിട്ടാൻ ഇതാണ് നല്ലതെന്നാണ് ചൈനീസ് സർക്കാരിന്റെ ന്യായീകരണം. എന്നാൽ നരവംശാസ്ത്രജ്ഞൻ പറയുന്നത് മറ്റൊന്നാണ്. അടുത്ത തലമുറയെ തങ്ങളുടെ സ്വന്തം വേരുകളിൽ നിന്നും സംസ്കാരത്തിൽ നിന്നും എന്നേക്കുമായി ഒറ്റപ്പെടുത്താനാണ് ഈ നിയമം വഴിവെക്കുക. ചൈനയുടെ ക്രൂരത അവിടെയും അവസാനിക്കുന്നില്ല. ഈ പുതിയ നിയമത്തിൽ ഏറ്റവും ഭയപ്പെടുത്തുന്ന ഒരു വകുപ്പുണ്ട്. സ്വന്തം വീട്ടിൽ വെച്ച് ഏതെങ്കിലും മാതാപിതാക്കൾ തങ്ങളുടെ കുട്ടികളെ സ്വന്തം മതമോ സംസ്കാരമോ ചരിത്രമോ പഠിപ്പിച്ചാൽ അത് രാജ്യത്തിന്റെ ഐക്യത്തിന് എതിരായ കാരണമാണെന്ന് മുദ്രകുത്തി ആ മാതാപിതാക്കളെ ജയിലിലടയ്ക്കാൻ ഈ നിയമം ഉദ്യോഗസ്ഥർക്ക് അധികാരം നൽകുന്നു. അതുമാത്രമല്ല, ന്യൂനപക്ഷങ്ങൾ തിങ്ങിപ്പാർക്കുന്ന കോളനികൾ ഇല്ലാതാക്കി അവരെ ഹാൻ വംശജർക്കിടയിലേക്ക് നിർബന്ധപൂർവ്വം പറിച്ചു നടുവാനും ഈ നിയമം ലക്ഷ്യമിടുന്നു. അതായത് ഒരു ന്യൂനപക്ഷ സമുദായത്തിൽ സ്വന്തമായ ഒരു മേൽവിലാസമോ കൂട്ടായ്മയോ ഇനി ചൈനയിൽ ഉണ്ടാകാൻ പാടില്ല. ചൈനയുടെ ഈ നീക്കം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഉണ്ടായതല്ല. തങ്ങളെ എതിർക്കുന്നവരെ ഇല്ലാതാക്കാൻ അവർക്ക് കൃത്യമായൊരു ചരിത്രമുണ്ട്. ടിബറ്റിലെ ജനങ്ങൾ ദലൈലാമയെ ആരാധിക്കുന്നത് തടയാൻ അവിടുത്തെ ബുദ്ധവിഹാരങ്ങൾ ചൈനീസ് സൈന്യം പിടിച്ചെടുത്തത് നമ്മൾ കണ്ടതാണ്. ഷിൻജിയാങ് പ്രവിശ്യയിൽ 10 ലക്ഷത്തിലധികം ഉയ്ഗൂർ മുസ്ലിങ്ങളെയാണ് ചൈനീസ് സൈന്യം തടങ്കൽ പാളയത്തിൽ അടച്ചിട്ടിരിക്കുന്നത്. ലോകത്തിന്റെ കണ്ണിൽ പൊടിയിടാൻ ചൈന അതിനെ റീ എഡ്യൂക്കേഷൻ ക്യാമ്പ് എന്ന് വിളിക്കുമ്പോൾ ഐക്യരാഷ്ട്രസഭ ഇതിനെ വിശേഷിപ്പിച്ചത് ചരിത്രത്തിലെ ഏറ്റവും വലിയ മനുഷ്യാവകാശ ലംഘനങ്ങളിലൊന്ന് എന്നാണ്. 2020-ൽ ഇന്നർ മംഗോളിയയിൽ തങ്ങളുടെ ഭാഷയെ ഇല്ലാതാക്കുന്നതിനെതിരെ ലക്ഷക്കണക്കിന് മംഗോളിയർ തെരുവിലിറങ്ങിയിരുന്നു. ആ പ്രതിഷേധങ്ങളെല്ലാം ചൈനീസ് പട്ടാളം തോക്കുകൾ കൊണ്ട് അടിച്ചമർത്തി. വൈവിധ്യങ്ങൾ എന്നത് ഒരു രാജ്യത്തിന്റെ സൗന്ദര്യമാണ്. എന്നാൽ കമ്മ്യൂണിസ്റ്റ് ചൈനയ്ക്ക് അത് തങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയാകുന്ന ഒരു ശത്രുവാണ്. പുറമെ ഏകത്വം എന്ന മനോഹരമായ വാക്കുപയോഗിക്കുമ്പോഴും ഉള്ളിൽ തങ്ങളുടെ സ്വന്തം ജനതയുടെ അസ്തിത്വം മായ്ച്ചു കളയുന്ന ഒരു രാക്ഷസനായി ചൈന മാറുകയാണ്. നാളെ ചൈനീസ് തെരുവുകളിൽ ടിബറ്റിന്റെയോ ഉയ്ഗൂരിന്റെയോ മംഗോളിയന്റെയോ ഭാഷകൾ മുഴങ്ങിക്കേൾക്കില്ല. അവിടെ അവശേഷിക്കുന്നത് തങ്ങളുടെ വേരുകൾ നഷ്ടപ്പെട്ട ഒരു കൂട്ടം മനുഷ്യരുടെ നിശബ്ദമായ തേങ്ങലുകൾ മാത്രമായിരിക്കും.